ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു റിയൽ ലൈഫ് ഗോസ്റ്റ് ഇൻസിഡന്റ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബറായ റിൻസിയാണ് ഈ ഒരു കഥ അയച്ചു തന്നത്. എന്നാൽ റിൻസിക്കല്ല ഈ ഒരു സംഭവം ഉണ്ടായത്. റിൻസിയുടെ മുത്തശ്ശി റിൻസിക്ക് പറഞ്ഞു കൊടുത്ത കഥയായിരുന്നു ഇത്. മുത്തശ്ശി പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഈ കഥയിലും ഒരുപാട് ഭയാനകമായ സംഭവങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്കും ഇതുപോലുള്ള ഹൊറർ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID-യിലേക്കോ അയക്കാവുന്നതാണ്. അങ്ങനെ അയക്കുന്ന സംഭവങ്ങൾ വളരെ ത്രില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് ഷെയർ ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ വീഡിയോയ്ക്കൊരു ലൈക്കും തരിക. സംഭവം നടക്കുന്നത് കേരളം തൃശ്ശൂരിലാണ്. അവിടെയുള്ള ചാവക്കാട് ബീച്ച്. ആ കാലത്തിലൊക്കെ ചാവക്കാട് ബീച്ചിന് സൈഡിലൊക്കെ ഒരു കോളനി പോലെയായിരുന്നു. വളരെ കുറച്ച് ജനങ്ങൾ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോഴാണ് അതൊരു പ്രൈവറ്റ് ബീച്ചായി മാറിയത്. ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് ആ ചാവക്കാട് ബീച്ചിനടുത്തുള്ള ഒരു വീട്ടിൽ പുതുതായി വിവാഹം കഴിഞ്ഞ് ഒരു ദമ്പതികൾ വരുന്നു. ഉണ്ണി രമണി എന്ന ദമ്പതികൾ. ഇവർ ആദ്യമായി അവിടെ വന്നപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാവരും ഇവരെ സ്വാഗതം ചെയ്തു. എല്ലാവരും ഒരു കുടുംബം പോലെ താമസിച്ചു. പുതുതായി വിവാഹം കഴിഞ്ഞു വന്ന ഇവർക്ക് ആ ഒരു സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ രമണിക്ക് വീടിനടുത്ത് യശോദ എന്നൊരു അയൽവാസിയുണ്ട്. യശോദ അവരുടെ ഭർത്താവ്, രമണി അവരുടെ ഭർത്താവ് ഉണ്ണി. ഇവർ അയൽവാസികളാണെങ്കിലും നല്ല സുഹൃത്തുക്കളെ പോലെയായി. രണ്ടുപേരുടെ കുടുംബവും മീൻ പിടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തത്. ഇവരെന്നല്ല, ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന എല്ലാവർക്കും മത്സ്യബന്ധനമായിരുന്നു തൊഴിൽ. ഇങ്ങനെ അതിരാവിലെ മീൻ പിടിക്കാനായി പോകും. ഇങ്ങനെ ഒരു ദിവസം ഉണ്ണി ജോലിക്ക് പോകുമ്പോൾ യശോദയുടെ ഭർത്താവ് ഉണ്ണിയോടൊരു കാര്യം പറഞ്ഞു. നീ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നത് വലിയ കാര്യമാണ്. മീൻ പിടിച്ച് വിറ്റ് നീ പൈസ ഉണ്ടാക്കിക്കോ. പക്ഷെ ഏതൊരു കാരണം കൊണ്ടും ചാവക്കാടിലുള്ള ഒരു പ്രത്യേക സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ മാത്രം നീ പോകാൻ പാടില്ല. അതും രാവിലെ 3 മണിക്ക് മുൻപ്. 1 മണി 2 മണിക്കൊന്നും അവിടെ മീൻ പിടിക്കാൻ പോകരുത്. അങ്ങനെ പോയാൽ നിനക്ക് പ്രശ്നം വരുമെന്ന് യശോദയുടെ ഭർത്താവ് ഉണ്ണിയോട് പറഞ്ഞു. യശോദയുടെ ഭർത്താവ് മാത്രമല്ല, ആ ഏരിയയിൽ മീൻ പിടിക്കാൻ പോകുന്ന പലരും ഉണ്ണിയോട് പറഞ്ഞു. ഇത് കേട്ട ഉണ്ണിയും അങ്ങനെ അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഇതിനവർ പറഞ്ഞ മറുപടി, അവിടെ ഒരുപാട് പ്രേതങ്ങൾ അലഞ്ഞു തിരിയുന്നതായി പറയുന്നുണ്ട്. അവയെ കാണാൻ ഒരു മത്സ്യകന്യകയെ പോലെ തോന്നും. ഇടുപ്പിന് താഴെ കാലേ കാണില്ല, എന്തോ ഷേപ്പില്ലാത്ത ഒന്നുപോലെ കാണും. അതും ചാവക്കാട് ബീച്ചിലെ പ്രത്യേക സ്ഥലത്താണ് അവ കൂട്ടമായി കാണപ്പെടുക. ഏതൊരു കാരണം കൊണ്ടും രാവിലെ 3 മണിക്ക് മുൻപ് അവിടെ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോകരുത്. അങ്ങനെ വരികയാണെങ്കിൽ നിനക്ക് പ്രശ്നം വരും. ഇതിനു മുൻപ് ഇതുപോലെ മീൻ പിടിക്കാൻ പോയ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ അടുത്ത ഏരിയയിലുള്ളവരായാലും പോയിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിലേക്ക് പോയ അവർ ഒന്നും ഇന്നുവരെയും തിരികെ വന്നിട്ടില്ല. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല. അതിനാൽ പ്രശ്നമൊന്നും വേണ്ട, നീ അങ്ങോട്ടേക്ക് മാത്രം പോകണ്ട എന്ന് ആ ഏരിയയിലുള്ളവർ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം കേട്ട ഉണ്ണി ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. അയാളെ സംബന്ധിച്ചതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഒരുപക്ഷെ അവിടെ ഒരുപാട് മീനുണ്ടായിരിക്കും. അത് നമ്മൾ പോയി പിടിക്കുമോ എന്നുള്ള അസൂയയിൽ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും എന്നാണ് ഉണ്ണി കരുതിയത്. ഇപ്പോൾ ചിലരെങ്കിലും ചോദിക്കാം, ഒരുപക്ഷെ അവിടെയുള്ളത് മത്സ്യകന്യക തന്നെ ആകാമല്ലോ എന്ന്. എന്നാൽ ഈ സംഭവം നേരിൽ കണ്ട ചിലരുണ്ട്. അവർ തറപ്പിച്ച് പറയുന്നുണ്ട്, അത് മത്സ്യകന്യകയല്ല, അത് പ്രേതാത്മാക്കളാണെന്ന്. ഈ പ്രേതങ്ങൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ അടുത്ത് മനുഷ്യരുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അവർക്ക് മനുഷ്യർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഗന്ധം പെട്ടെന്ന് അറിയാൻ സാധിക്കും. അതുവഴി അവിടെ മനുഷ്യ സഞ്ചാരം ഉണ്ടോ, നമുക്ക് ചുറ്റും മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ആ മനുഷ്യനെ അവർ എന്ത് ചെയ്യുമെന്നേ അറിയില്ല. കൊല്ലുമോ അല്ലെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുമോ ഒന്നും അറിയില്ല. അങ്ങനെ പോയി ആരും തന്നെ ഇന്നുവരെയും തിരികെ വന്നിട്ടുമില്ല. ഇത് കേട്ട ഉണ്ണിയും ശരിയെന്ന് പറഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ഉണ്ണി വന്ന് ഭാര്യ രമണിയോട് ഇക്കാര്യം പറഞ്ഞു. രമണി നേരെ യശോദയോട് ഇക്കാര്യം ചോദിച്ചു. യശോദ പറഞ്ഞത്, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അവിടെ പ്രേതങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അവിടെ എന്തോ ഉണ്ട് എന്ന് മാത്രം എനിക്ക് ഉറപ്പാണെന്ന്. ഈ സംഭവത്തിന് ശേഷം ഉണ്ണി 3 മണിക്കും അതിനുശേഷം മറ്റെല്ലാ സ്ഥലങ്ങളിലും മീൻ പിടിക്കാനായി പോകും. അങ്ങനെ പിടിച്ച മീൻ വിൽക്കുകയും അവരുടെ ജീവിതം നന്നായി പോവുകയും ചെയ്തു. ചില ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം യശോദയ്ക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അണിയാൻ ആഭരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് രമണിയുടെ കയ്യിൽ ഒരു മുത്തുമാല, സ്വർണ്ണ മുത്തുമാലയുള്ളത് യശോദയ്ക്ക് അറിയാം. അത് വാങ്ങാമല്ലോ എന്ന് ചിന്തിച്ച് ഒരു ദിവസം രാത്രി കടൽക്കരയിൽ വെച്ച് യശോദ രമണിയെ കാണുന്നു.
രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സമയത്ത് യശോദ, നിന്റെ പക്കലുള്ള മുത്തുമാല എനിക്കും തരാമോ, ഒരു വിവാഹത്തിന് അണിയാനാണെന്ന് പറഞ്ഞു. രമണിയും അത് സമ്മതിച്ചു. ഇങ്ങനെ ഈ മാല കൈമാറുന്ന കാര്യം ഇവർ കടൽക്കരയിൽ വെച്ച് രാത്രി സംസാരിച്ചത് ഇവർ മാത്രമല്ല കേട്ടത്. ആ കടൽക്കരയിൽ ഇവർ പോലും അറിയാതെ മറ്റ് അമാനുഷിക ശക്തികളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ടുപേരുടെ സംസാരവും അവസാനിച്ചിട്ട് രണ്ടുപേരും 2 വീടുകളിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഉണ്ണി 3 മണിയോടുകൂടി മീൻ പിടിക്കാൻ പോയി. ഇപ്പോൾ രമണി ഉറങ്ങുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു വീട്ടിന്റെ കതകാരു തട്ടിയത്. രമണിയും കതക് തുറക്കാനായി അകത്തേക്ക് പോയി. എന്നാൽ തുറക്കുന്നതിന് മുൻപ് തന്നെ കതകല്ലല്ലോ തട്ടുന്നത്, ജനാലയല്ലേ ആരോ തട്ടുന്നതെന്ന് വിചാരിച്ചു ജനാലയ്ക്ക് അടുത്തേക്ക് വരുന്നു. ആ സമയങ്ങളിൽ കറണ്ട് എല്ലാ വീടുകളിലും ഒന്നും കാണില്ല. വളരെ സമ്പന്നരുടെ വീടുകളിൽ മാത്രമായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്. പല വീടുകളിലും റാന്തൽ ലൈറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്. രമണിയും ആ റാന്തൽ വിളക്കെടുത്ത് ജനാലയ്ക്കടുത്തേക്ക് പോകുന്നു. തുറന്നു നോക്കിയപ്പോൾ പുറത്ത് യശോദ നിൽക്കുകയാണ്. എന്താണ് ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞത്, രമണി, എനിക്ക് പെട്ടെന്ന് തന്നെ നിന്റെ മുത്തുമാല വേണം, ഇപ്പം തന്നെ തരാമോ, ഞാൻ വിവാഹത്തിന് പോയി വന്ന് തരാമെന്ന് പറഞ്ഞു. യശോദയുടെ സ്വരത്തിൽ എന്തോ വ്യത്യാസമുള്ളതുപോലെ രമണിക്ക് തോന്നി. രമണിക്കും ഒന്നും മനസ്സിലായില്ല. ഈ രാത്രി വന്ന് മാല ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ നാളെ തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കിപ്പോൾ തന്നെ വേണം, ഞാൻ ഇപ്പോൾ തന്നെ കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. ആ റാന്തൽ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പുറത്തു നിൽക്കുന്നത് യശോദയാണെന്ന് രമണിക്ക് മനസ്സിലായി. ഇങ്ങനെ ആ മുത്തുമാല എടുത്തുകൊണ്ടുവന്ന് ജനാല വഴി തന്നെ യശോദയ്ക്ക് കൊടുത്തു. അകത്തുണ്ടായിരുന്ന രമണിക്ക് അപ്പോഴും എന്തോ ഒരു കുഴപ്പമായിരുന്നു. കല്യാണത്തിന് 2 ദിവസം ഇനിയുമുണ്ട്. ഇത്രയും ധൃതിയിൽ, അതും രാത്രി വന്ന് വീടിനകത്ത് പോലും കയറിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ആ മാല വാങ്ങി യശോദ വളരെ ധൃതിയിൽ തന്നെ പോവുകയും ചെയ്തു. ഇങ്ങനെ നേരം വെളുത്തു. കടലിൽ മീൻ പിടിക്കാൻ പോയ ഉണ്ണി തിരികെ വീട്ടിലേക്ക് വരുന്നു. ഭർത്താവിനോടും രമണി ഇക്കാര്യം പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം കേട്ട ഉണ്ണി ചിന്തിച്ചത്, സത്യത്തിൽ വന്നത് യശോദ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഒരു സംശയം തോന്നി. സാധാരണ മുതിർന്നവരൊക്കെ പറയും, രാത്രിയായാൽ ആർക്കും ഒന്നും നൽകാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നൽകണമെങ്കിൽ അവരെ വീടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് നൽകുക, വീടിന് പുറത്ത് വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കൊന്നും നൽകരുത് എന്നൊക്കെ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ രാവിലെയായി. രമണിയും എഴുന്നേറ്റു, യശോദയും എഴുന്നേറ്റു. രമണി ഇപ്പോൾ യശോദയെ കാണുന്നു. വിവാഹത്തിന് പോകുന്നുവെന്ന് പറഞ്ഞല്ലേ മാല വാങ്ങിയത്, വിവാഹത്തിന് ഇവർ പോയില്ല എന്ന് ചിന്തിച്ച് രമണി നേരെ യശോദയോട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ, കല്യാണത്തിന് പോയില്ലേ, രാത്രി വന്ന് മാല വാങ്ങിയിട്ട് പോയതല്ലേ, ഇതുവരെയും പോയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് യശോദ, എന്ത് മുത്തുമാലയോ, ഞാൻ എപ്പോഴാണ് വന്ന് വാങ്ങിയതെന്ന് ചോദിച്ചു. രമണിയും, രാത്രി വളരെ ധൃതിയിൽ ജനാലയ്ക്കടുത്ത് വന്ന് നിന്ന് നിങ്ങളല്ലേ വാങ്ങിക്കൊണ്ട് പോയത് എന്ന് ചോദിച്ചു. ഇങ്ങനെ രാത്രി നടന്ന ആ കാര്യങ്ങളെല്ലാം യശോദയോട് പറയുമ്പോൾ, ഞാൻ രാത്രി നേരത്തെ ഉറങ്ങി, ഇപ്പോഴാണ് എഴുന്നേറ്റത്, ഞാൻ നിന്നെ ഇപ്പോഴാണ് കാണുന്നതെന്നും പറഞ്ഞു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടു നിന്ന ഉണ്ണിക്ക് മനസ്സിലായി, രാത്രി വന്നത് യശോദയല്ല, മറ്റാരോ ആണ്. ഈ നാട്ടുകാർ പറയുന്നത് ഒരു പക്ഷേ സത്യമായിരിക്കും എന്ന് ഉണ്ണി ചിന്തിക്കുന്നു. ഭാര്യ രമണിക്കും അത് വല്ലാത്ത ദുഃഖം തോന്നി. കയ്യിലുണ്ടായിരുന്നത് ആ ഒരു സ്വർണ്ണമാലയായിരുന്നു, അതും ഇപ്പോൾ നഷ്ടമായി. പക്ഷെ ഉണ്ണി രമണിയെ സമാധാനപ്പെടുത്തിയിട്ട്, ആ മാല എവിടെ പോയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, ഞാനത് കൊണ്ടുവരാം, നീ വിഷമിക്കാതെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. രാത്രിയായി. രാവിലെ പകൽ സമയങ്ങളിൽ ആ പ്രേതങ്ങളുള്ള സ്ഥലത്തേക്ക് പോയാൽ യാതൊരു വ്യത്യാസവും കാണില്ല, വളരെ നോർമലായിരിക്കും. പക്ഷെ രാത്രി സമയം മാത്രമായിരിക്കും അവിടെ പ്രശ്നമുണ്ടാവുക. ആ സമയങ്ങളിലായിരിക്കും അവ കൂടുതലായും അവിടെ അലഞ്ഞു തിരിയാറ്. ഇത് ഉണ്ണിക്കറിയാം. അന്നത്തെ ദിവസം രാത്രിയാകാൻ കാത്തിരുന്നു. രാത്രിയായി. ഒരു 2 മണിക്ക് മുൻപ് ചാവക്കാട് ബീച്ചിൻ്റെ ആ ഒരു പ്രത്യേക സ്ഥലത്തിലേക്ക് അയാൾ പോകുന്നു. അതും അയാളുടെ വള്ളത്തിൽ പോകുന്നു. ആ ഒരു സ്ഥലത്തിനടുത്തെത്തുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് വള്ളത്തിലിരുന്നു കൊണ്ട് കാണാൻ സാധിച്ചു, അവിടെ വളരെ ദൂരത്തിലായി ആരൊക്കെയോ നിൽപ്പുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് ആ പ്രേതങ്ങളാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. അവിടെ അധികം വെളിച്ചമൊന്നുമില്ല, നിലാവിൻ്റെ വെളിച്ചത്തിലാണ് അയാൾ അത് കണ്ടത്. ദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ണി നോക്കാൻ തുടങ്ങി. അടുത്തേക്ക് പോയാൽ തൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധം അവർ മനസ്സിലാക്കും. അങ്ങനെ അടുത്തേക്ക് പോയതേയില്ല. പതിയെ വള്ളത്തിൽ നിന്നും കടലിലേക്കിറങ്ങി നീന്തി അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ വെച്ചു, ബാക്കി ശരീരമെല്ലാം വെള്ളത്തിനടിയിലാണ്. അടുത്തേക്ക് പോയതും അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. രമണിയുടെ മുത്തുമാല ഇപ്പോൾ എൻ്റെ കയ്യിലാണ് എന്ന് ഒരു 5-6 ആത്മാക്കൾ കൂടി നിന്ന് സംസാരിക്കുകയാണ്. അവർ ഇത്ര പേരും കൂടിയിരുന്ന് രമണിയുടെ മാല തൂക്കി എറിഞ്ഞ് കളിക്കുകയാണ്. ഇതെല്ലാം ഉണ്ണി കാണുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ തനിക്ക് എടുക്കാൻ സാധിക്കും? മനുഷ്യർ ഉണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായും അവർ വെറുതെ വിടില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. ഉടൻ തന്നെ ഉണ്ണി അയാളുടെ വസ്ത്രമെല്ലാം വെള്ളത്തിൽ വെച്ച് തന്നെ ഊരി മാറ്റി. ആ ഗന്ധം അവർക്കറിയാതിരിക്കാനായി വെള്ളത്തിൽ മുങ്ങി അയാൾ അങ്ങനെ നിൽക്കുകയാണ്. ആ സ്വർണ്ണമാല മാത്രമാണ് അവർക്കുള്ള ഒരേയൊരു സ്വത്ത്. അത് കിട്ടിയേ തീരുകയുള്ളൂ. അതെങ്ങനെയെങ്കിലും കയ്യിലാക്കണം. ഇപ്പോൾ ഉണ്ണി ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അയാൾക്ക് കുറച്ചു മാറി ആ പ്രേതങ്ങളും വെള്ളത്തിൽ നിൽപ്പുണ്ട്.
അവർ വെള്ളത്തിൽ മുങ്ങുകയും വീണ്ടും പൊങ്ങി വരികയും മാല എറിഞ്ഞ് കളിക്കുകയും വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ അവർ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആ മാല പിടിക്കാൻ പറ്റുന്ന അത്ര ദൂരത്തിൽ ഉണ്ണിയും വന്ന് നിൽക്കുന്നു. അവർ പാസ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തനിക്ക് ആ മാല പിടിക്കാം എന്നയാൾ കരുതി. അങ്ങനെ ഒരാത്മാവ് അത് തൂക്കി എറിയുന്ന സമയത്ത് ഉണ്ണി കറക്റ്റായി അത് പിടിക്കുന്നു. മാല കയ്യിൽ കിട്ടിയ ഉടനെ അയാൾ വെള്ളത്തിൽ മുങ്ങി നീന്തി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെയോ കരയിലേക്ക് വന്നു. വളരെ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് മാല എടുത്ത് ഭാര്യ രമണിയുടെ കയ്യിൽ കൊടുത്തു. ഇതിനുശേഷം ആ മാല തിരഞ്ഞ പ്രേതങ്ങൾ ഉണ്ണിക്ക് പുറകെ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇത്രയും സംഭവങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരല്പം ഭയം തോന്നും. പക്ഷെ വിശ്വസിക്കാനും സാധിക്കില്ല. ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ചാവക്കാട് ബീച്ചിൽ നടന്ന ഒരു സംഭവമായി ഇതിനെ പറയുന്നു. ആ സമയത്ത് ആ സ്ഥലം ഒരു കോളനി പോലെയായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. സാധാരണ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചിലത് മാത്രം സത്യമായിരിക്കും. പകുതിയിൽ കൂടുതലും കുട്ടികളെ ഭയപ്പെടുത്താനും ഭക്ഷണം കൊടുക്കാനും ഉറക്കാനും ഒക്കെ പറയുന്ന ഒരു കെട്ടുകഥകൾ, സാങ്കല്പിക കഥകൾ മാത്രമായിരിക്കും. അങ്ങനെ ഒന്നാണോ ഇത്? അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഒന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. മാത്രമല്ല, ഈ ഒരു കഥയിലെ ഉണ്ണി നിങ്ങളാണെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ആ മാലയ്ക്ക് വേണ്ടി പോകുമോ? ആ മാല മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരേയൊരു സ്വത്ത്. അതിനെ വച്ചു വേണം ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഉണ്ണിയെപ്പോലെ റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് പോയി മാല കൊണ്ടുവരുമോ? അതോ ജീവൻ തിരികെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇതുപോലെ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ അവരുടെ ഈ ഒരു അനുഭവം നമുക്ക് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.